രൂപയുടെ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ഉണ്ടാവും എന്നുള്ളതാണ്. അത് എനിക്ക് എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഇത് വെറുതെ പറഞ്ഞതാണോ അതോ ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതും എനിക്ക് സംശയം. എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം അത്രയേറെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെയും എന്റെയും ഒരു അസംഷൻ മാത്രമായിട്ട് ഇതിലെടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വളരെ നല്ല കാര്യം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ കുടുങ്ങാൻ പോകുന്നു. നിങ്ങളുടെ ചുറ്റുഭാഗത്തുമുള്ള നിങ്ങൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ വലിയ പൈസ ചെലവില്ലാതെ ഒരു 10 രൂപ മാത്രം ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ട ചികിത്സ നൽകാൻ കഴിയുന്ന ഹോസ്പിറ്റലുകളുണ്ട്, നമ്മുടെ സ്വന്തം സർക്കാർ ഹോസ്പിറ്റലുകൾ. അത്ര ഹോസ്പിറ്റലുകളെല്ലാം ഒരു പക്ഷേ വരുന്ന 1, 2, 3 വർഷത്തിനുള്ളിൽ നിൽക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതെല്ലാം തകരാൻ പോകുന്നു എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇതാരും UDF-ന്റെ തലയ്ക്കോ LDF-ന്റെ തലയ്ക്കും വെച്ച് കെട്ടി കൊടുക്കണ്ട. ഇപ്പോൾ തന്നെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ആരെ തലയ്ക്കാണോ നിങ്ങൾക്ക് ഇത് വെച്ച് കെട്ടി കൊടുക്കാൻ തോന്നുന്നത് അത് വെച്ച് കെട്ടി കൊടുത്തോളൂ. അതെന്റെ ഒരു വിഷയമല്ല. പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ആസ് എ യൂട്യൂബർ നിങ്ങളെ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ഞാൻ ചെയ്യുന്നൊരു തെറ്റായിരിക്കുമെന്നുള്ളതാണ്. കുറെ മുമ്പ് പറയേണ്ടതായിരുന്നു എന്ന് ചില ആളുകൾക്ക് തോന്നാം. ഇത് ഞാൻ കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില ആളുകൾ കൂടി ഇത് വ്യക്തമായിട്ടുണ്ടല്ലോ എന്നതിന്റെ പുറത്താണ് ഞാനിത് പറയാൻ പോകുന്നത്. നോക്കൂ, UDF സർക്കാർ നിലവിൽ വരാൻ പോകുന്നു. ഇന്ന് മന്ത്രിമാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. OJ ജനീഷ് എന്ന് പറയുന്ന ഒരു വയനാട്ടുകാരൻ ഒരാൾ കൂടിയുണ്ട്. അവരെ മഹാഭാഗ്യാണ് OJ ജനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മന്ത്രിയാകുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ശരി, നമുക്ക് അതിനെ കുറിച്ചിട്ട് മന്ത്രിമാരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. കാരണം അവർ തന്നെ ഏതൊക്കെ ജാതികൾ പറഞ്ഞ മന്ത്രിമാരെ കൊടുക്കണം, ഏതൊക്കെ മതങ്ങൾ പറഞ്ഞ മന്ത്രിമാരെ കൊടുക്കണം എന്ന കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ തന്നെ SNDPU എന്ന് വേണ്ട എല്ലാ ജാതി മത സാധനങ്ങളും ഉണർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിന് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ശരി, നമുക്കത് വീണ്ടും അവിടെ അവസാനിപ്പിക്കാം. ഒന്ന് അവസാനിപ്പിക്കും സനുഭേ, ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകൾ ചിലപ്പോ ഇങ്ങനെയാണെങ്കിൽ പൂട്ടും. കേൾക്ക്, ഒരു 30,000-35,000 കോടി രൂപ വേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ പക്ഷം 25,000-30,000 കോടി വേണ്ടി വരും ഒരു കൊല്ലത്തെ പ്രീമിയം ആയിട്ട് കൊടുക്കാൻ. കാരണം എന്താ, ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. പക്ഷെ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല. പിന്നെന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ? നോക്കൂ, ചിലപ്പോ നമ്മുടെ UDF ഗവൺമെന്റ് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് മുഴുവൻ 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നോർമലി ഇദ്ദേഹം പറയുന്ന പോലെ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ? നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ 100% നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ നമ്മൾ പോകും, ഇല്ലേ? അപ്പൊ ഈ ഇൻഷുറൻസ് വേണ്ട എന്നാണോ? തീർച്ചയായിട്ടും വേണം. ഗവൺമെന്റ് തരുന്ന ഇൻഷുറൻസ് നമുക്ക് തീർച്ചയായിട്ടും വേണം. എന്നാൽ അതേസമയം ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു കളി ഉണ്ടോ എന്നാണ് ഇപ്പോൾ ആളുകൾ സംശയിക്കുന്നത്, ഇദ്ദേഹം അടക്കം സംശയിക്കുന്നത്. അതായത് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മളൊരു വാർത്ത കേട്ടിരുന്നു, അമേരിക്കയിലത്തെ ചില ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ നമ്മളുടെ നാട്ടിലെ ഒട്ടുമിക്ക നല്ല ഹോസ്പിറ്റലുകളൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന്. കോഴിക്കോട്ടത്തെയും മറ്റൊക്കെ ബഹുത്ത് ബഡ ഹോസ്പിറ്റലുകളൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവരതിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളും അതിൽ ഉണ്ടാക്കുകയാണെന്നാണ്. ഈ പണം ഇറക്കുന്ന ആളുകള് ഈ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ശരി, അവർ പണം ഇറക്കുന്നു എന്ന് വിചാരിക്കുക. പണം ഇറക്കി ഈ ഹോസ്പിറ്റലുകളെല്ലാം ഗംഭീരമാവുകയാണ് എങ്കിൽ അത് അവിടെ ഗംഭീരമാവുകയും അതേസമയം തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ചികിത്സ നല്ലതുപോലെ കിട്ടാതിരിക്കുന്ന സന്ദർഭം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഗവൺമെന്റ് കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും പുതുക്കാതിരിക്കുകയും അതിനു വേണ്ട സൗകര്യങ്ങൾ വരുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ നോർമലി നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മുടെ ചികിത്സ മാറ്റും. ഇത്തരം ബഹുരാഷ്ട്ര കുത്തക ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ചികിത്സ മാറ്റും. അങ്ങനെ ചികിത്സ മാറ്റുമ്പോൾ ആ പണം മുഴുവൻ എങ്ങനെ പോകും? ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി വഴി അത് പോവും. ഇനി അവിടെ ചികിത്സ എത്തിച്ചാൽ തന്നെ നമുക്ക് എന്ത് തരം ചികിത്സ നൽകണമെന്ന് പോലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിക്കും. നമ്മൾ എപ്പോൾ അവിടെ പോകണം, എപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, എപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആവണം എന്ന് പോലും തീരുമാനിക്കുന്ന ഇവരായിരിക്കും. ഇനി
വേണമെങ്കിൽ അവസാന നിമിഷം നമ്മുടെ ഈ പറയുന്ന ക്ലെയിം നിരസിക്കപ്പെടാനും സാധ്യതകൾ ഏറെയാണെന്നർത്ഥം. എന്തായാലും ഒരു വലിയ കെണിയിലേക്കാണ് നമ്മൾ സൈലന്റ് ആയിട്ട് എത്തിപ്പെടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സംശയമാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എല്ലാവരും തന്നെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ പോരെ, കാരണം നമുക്ക് എന്താണെങ്കിലും ഇൻഷുറൻസ് കിട്ടുമല്ലോ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു വലിയ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ വലിയ തോതിൽ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഈ കുടുംബാരോഗ്യ ക്ലിനിക്കുകളെയും ഒരു ഹെൽത്ത് സിസ്റ്റത്തെയും ഒക്കെ തകർക്കാനുള്ള പദ്ധതിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാണില്ലേ, അതിന് സംശയം വളരെ വ്യക്തമല്ലേ. ഇനി ഇതേപോലെ സംശയം പ്രകടിപ്പിക്കുന്ന വേറെയും ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കണം. അവരൊന്നും കാണിച്ചു തരാം, കണ്ടുനോക്കൂ. ഭീമന്മാരെ കുറിച്ചാണ്. അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നത് പോലെ ചെറിയ ഒരു തുകയല്ല, വൻ നിക്ഷേപമാണ്. കേരളത്തിലെ ആതുരാലയങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ്. ആഗോള നിക്ഷേപക കമ്പനികളായ ബ്ലാക്ക് സ്റ്റോൺ, KKR എന്നിവരാണ് 7000 കോടിയോളം രൂപ കേരളത്തിലെ ആതുരാലയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ബ്ലാക്ക് സ്റ്റോൺ തങ്ങളുടെ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് QCIL വഴിയാണ് ഈ നിക്ഷേപങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ബ്ലാക്ക് സ്റ്റോൺ സുഹൃത്തുക്കളെ, എന്തായാലും നിക്ഷേപം നടത്തിയ ആശുപത്രികളുടെ ലിസ്റ്റൊക്കെ നമുക്ക് പുറത്തുവിടാം. പക്ഷെ അതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് 2-3 കമ്പനികളെ കുറിച്ച്. അവർ 7000 കോടി രൂപയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. 7000 കോടി രൂപ മൂച്ചിഭ്രാന്തിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കില്ല. അവർക്ക് കൃത്യമായിട്ടും അത് റിട്ടേൺ വേണം, അല്ലേ? ഒരു കമ്പനി ഒരു വസ്തുവിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും വേണം. അപ്പൊ കേരളത്തിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള റിട്ടേൺ കിട്ടുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ ഇവർ പണം നിക്ഷേപിക്കുന്നത്. ഇനി ആ ഒരു ലിസ്റ്റിന്റെ അപ്പുറത്തേക്ക് അടുത്തത് KKR ഗ്രൂപ്പാണ്. KKR പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിക്ഷേപം നടത്തിവരുന്നത്. കേരളത്തിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആശുപത്രികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. KKR നിക്ഷേപമുള്ള ആശുപത്രികളിൽ ഇപ്പോൾ സമരം നടക്കുന്നുമുണ്ട്. മൈത്ര ആശുപത്രി കോഴിക്കോട്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇതുവരെ നഴ്സുമാരുമായി കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഇന്ന് അതുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലേക്ക് പണം ഒഴുകി തുടങ്ങിയത് എന്നു മുതലാണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. 2023 ഒക്ടോബർ മുതലാണ്. ICICI വെഞ്ചേഴ്സിനും കേരളത്തിൽ ആശുപത്രികളിൽ നിക്ഷേപമുണ്ട്. CH പാർട്ട്നേഴ്സും കേരളത്തിൽ പണം മുടക്കി. എന്തായാലും ഇപ്പൊ ചില ആളുകൾക്കൊക്കെ തലയിൽ ഇങ്ങനെ ഒരു അല്പസ്വല്പ കാലതാമസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വരാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഈ കമ്പനികളൊക്കെ ഇങ്ങനെ പണം മുടക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് റൺ ചെയ്യണം. ഈ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യണമെങ്കിൽ ചുമ്മാ സിനിമ കാണുന്ന പോലെയല്ല, അവിടേക്ക് രോഗികൾ വരണം. ഒന്നെങ്കിൽ ഉണ്ടാക്കപ്പെട്ട രോഗികൾ വരണം. അവിടേക്ക് രോഗികൾ വരണമെങ്കിൽ അവിടെ നിന്ന് മാത്രമേ പ്രത്യേക ചികിത്സകൾ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിർബന്ധമായിട്ടുള്ള ഒരു അവസ്ഥ വരണം. അങ്ങനെ നിർബന്ധമായിട്ടുള്ള അവസ്ഥ വരണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ട് ചികിത്സ കിട്ടിയിരുന്ന നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ഹോസ്പിറ്റലുകൾ, ജില്ലാ ഹോസ്പിറ്റലുകളെല്ലാം എന്താണ് ചികിത്സ കിട്ടാതെയാവണം. അങ്ങനെ ചികിത്സ കിട്ടാതെയാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ജീവനാണ് വലുത്. നമ്മുടെ ഒപ്പമുള്ള ആളുകളുടെ ജീവൻ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ ഒരു സ്കീം ഉണ്ട് എങ്കിൽ 25 ലക്ഷത്തിന്റെ ആ ഒരു ഇൻഷുറൻസ് സ്കീം ഉണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം ഹോസ്പിറ്റലുകളിലേക്ക് പോകും. സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലുകളും ഈ പറയുന്ന ഈ ഒരു ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ഒരു ടൈപ്പായിട്ട് അത് മാറുകയും രോഗികൾ അവർക്ക് കിട്ടുന്ന ഒരു വെറും കസ്റ്റമേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണമായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. വാട്ട് ബി ഇങ്ങനത്തെ ഒരു സാധ്യത അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിലേക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ തകരണം. UDF ഭരണ കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വളരെ ഭംഗിയായിട്ട് റൺ ചെയ്ത് പോയിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തവണ VD സതീശൻ ഭരണത്തിൽ ഇത് റൺ ചെയ്ത് പോകുമോ ഇല്ല എന്നൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്തൊക്കെയായാലും അല്പം ഒന്ന് കാത്തിരിക്കൂ, നമുക്ക് കാണാം. ബൈ.